ഹായ് ഓൾ. നമുക്കിന്ന് ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥവുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ കാര്യങ്ങൾ പഠിച്ചാലോ? അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ 10th ലെവൽ അല്ലെങ്കിൽ LDCയുടെയും 12th ലെവലിന്റെയും ഒക്കെ ഒരു സിലബസ് എടുത്ത് നോക്കിയാൽ അതിൽ ഫിസിക്സിലും അതുപോലെ തന്നെ കെമിസ്ട്രിയിലും നിങ്ങൾക്ക് ദ്രവ്യത്തിന്റെ അവസ്ഥകൾ അല്ലെങ്കിൽ ദ്രവ്യം എന്നൊരു ഭാഗം കാണാൻ കഴിയും. ശരിക്കും ദ്രവ്യത്തിന്റെ അവസ്ഥകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, പിന്നെ ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ തുടങ്ങിയുള്ള അവസ്ഥകളെ കുറിച്ച്, അതായത് ഭൗതിക അവസ്ഥകളെ കുറിച്ചാണ് നിങ്ങൾ എവിടെ പഠിക്കുന്നത്? ഫിസിക്സിൽ പഠിക്കുന്നത്. എന്നാൽ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം അഥവാ ദ്രവ്യത്തിനെ അല്ലെങ്കിൽ പദാർത്ഥത്തിനെ പല 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 രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വേർതിരിച്ചിട്ടുണ്ട്. ഈ ഭൗതിക അവസ്ഥകൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ഫിസിക്സിൽ ഓരോന്നും പഠിക്കുന്നതിനൊപ്പം അതിന്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ അതല്ലെങ്കിൽ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവില് ഇന്ന് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ നമ്മളിതാ പഠിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന സ്മോളസ്റ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ചെറിയ കണം, അടിസ്ഥാന കണം എന്നൊക്കെ ചോദിക്കാം, ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആറ്റം പറയാം അല്ലേ? കെമിസ്ട്രിയുടെ ബേസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ഈ ആറ്റം കോൺസെപ്റ്റ് പഠിച്ചു തുടങ്ങുന്നത്. ദ്രവ്യത്തിന്റെ അടിസ്ഥാന കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ആ 3 ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ അവസ്ഥകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അത് ഒന്നാമത്തെ ഖരം, രണ്ടാമത്തേത് ദ്രാവകം, അതുപോലെ മൂന്നാമത്തേത് വാതകം. ഈ ഖരം, ദ്രാവകം, വാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഞാൻ ഇനി പ്രത്യേകിച്ച് പറയുന്നില്ല. സയൻസ് പഠിച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ ഈ വക വസ്തുക്കളാ പഠിക്കുന്നത് അല്ലേ? അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ പെന്ന് ഇത് ഖരാവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ഇത് ഈ ബോട്ടിൽ കാണുന്നില്ലേ, ഇതിനകത്തിരിക്കുന്ന ലിക്വിഡ് ദ്രാവകാവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ഇനി വാതകത്തിനെ കാണിച്ചു തരാൻ നിവൃത്തിയില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ എന്താ എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മളെ സംസാരിക്കുന്നു, നമുക്കിവിടെ സുഖമായിട്ട് നിൽക്കാൻ കഴിയുന്നു, നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇവിടെ വായു ഉണ്ട്, വായുവിൽ ഓക്സിജൻ ഉണ്ട്, കണ്ടോ? അപ്പോ ഈ ഖരത്തിനെയും ദ്രാവകത്തിനെയും വാതകത്തിനെയും അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളിലൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. ഇത് നമ്മുടെ ഭൂമിയിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ ഭൗതിക അവസ്ഥകൾ അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റേറ്റുകളാണ്. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ അവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ഖരാവസ്ഥ ആയിക്കോട്ടെ, ദ്രാവകാവസ്ഥ ആയിക്കോട്ടെ, വാതകാവസ്ഥ ആയിക്കോട്ടെ, ദ്രവ്യത്തിന്റെ ഏതൊരവസ്ഥയിലും സ്ഥിതി ചെയ്യുന്ന പദാർത്ഥം അതെല്ലാം എന്തുകൊണ്ട് നിർമ്മിതമാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ അതെല്ലാം തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമാണെന്നൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഈ തന്മാത്ര ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് നിങ്ങൾക്കറിയാം അല്ലേ? അതിനെ നമ്മൾ മോളിക്യൂൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത് എന്നൊരു വസ്തുതയും കൂടി നിങ്ങൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളെ നിലവിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? അറ്റോമിക നമ്പർ 1 ഹൈഡ്രജൻ തുടങ്ങി അറ്റോമിക നമ്പർ 118 ഓർഗനസോൺ വരെയുള്ള മൂലകങ്ങളാണത്. ഇനി ഹൈഡ്രജന്റെ ഒരു ആറ്റത്തിനെ H എന്ന് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ ക്ലോറിന്റെ ഒരു ആറ്റത്തിനെ Cl എന്ന് റെപ്രസെന്റ് ചെയ്യും. നൈട്രജന്റെ ഒരു ആറ്റത്തിനെ N എന്ന് റെപ്രസെന്റ് ചെയ്യും. സൾഫറിന്റെ ഒരു ആറ്റത്തെ S എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇതൊക്കെ അതാത് ആറ്റങ്ങളാണ്. അങ്ങനെ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേരുമ്പോഴാണ് ഒരു ഹൈഡ്രജൻ തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം. അതുപോലെ 2 ക്ലോറിൻ ആറ്റങ്ങൾ ചേരുമ്പോഴാണ് ഒരു ക്ലോറിൻ തന്മാത്രയാകുന്നത്. സൾഫർ ആണെങ്കിലോ 8 സൾഫർ ആറ്റങ്ങൾ ചേരുമ്പോഴാണ് സൾഫറിന്റെ ഒരു തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ ആകുന്നത്. അതുപോലെ 2 നൈട്രജൻ ആറ്റങ്ങൾ ചേരുമ്പോഴാണ് നൈട്രജന്റെ ഒരു മോളിക്യൂൾ തന്മാത്ര ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കാണപ്പെടുന്ന ആ മൂലക തന്മാത്രകളെ ഏകറ്റോമികം, ദ്വയറ്റോമികം, ബഹു അറ്റോമികം എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, എപ്പോഴും ആറ്റങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? തന്മാത്രകൾ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ പഠിക്കുക. തിരിച്ചു പഠിച്ചു വെക്കരുതേ. തന്മാത്രയെക്കാളും ചെറുത് ആറ്റങ്ങൾ ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാകും. ഇനി ഇതൊക്കെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞു തന്ന ഒരു കൂട്ടം കാര്യങ്ങളാണ്.
ഇനി നമ്മുടെ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് വരുമ്പോ ചെറിയൊരു പടം ഞാൻ കാണിച്ചു തരട്ടെ. ഇതേ കണ്ടോ, എന്താ ഇത്? ഈ സാധനമാണ് കൽക്കണ്ടം. ആ ഒരു പാത്രത്തില് കുറച്ചധികം കൽക്കണ്ടത്തിന്റെ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ. ഈ കഷ്ണങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന 5 പേർക്ക് ഞാൻ കൊടുക്കുകയാണ്. 5 പേരും അത് ടേസ്റ്റ് ചെയ്തിട്ട് 5 രുചിയായിരിക്കോ പറയുക? അല്ല, 5 പേർക്കും അതിന്റെ ടേസ്റ്റ് ഒരുപോലെ ആയിരിക്കും അനുഭവപ്പെടുക. ഇതിന്റെ ഏത് ഭാഗത്ത് നിന്ന് ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്താലും അതിന്റെ ഗുണങ്ങൾ പരിശോധിച്ചാലും എനിക്കെല്ലാം ഒരേ റിസൾട്ട് ആയിരിക്കും തരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ കൽക്കണ്ടത്തിന്റെ എല്ലാ ഭാഗത്തും അതിന്റെ കണികകൾ ഒരേ സ്വഭാവം, കണികകൾ മീനിങ് പാർട്ടിക്കിൾസ് കേട്ടോ, ഒരേ സ്വഭാവമാണ് കാണിക്കുന്നത്. കൽക്കണ്ടം മാത്രമല്ല, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് എടുത്താൽ ഒരു കൂട്ടം എക്സാമ്പിൾസ് നമുക്ക് ചുറ്റും എടുക്കാനുണ്ടാകും. നമ്മൾ അതിലേക്ക് പോകും. പക്ഷെ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയാൻ വേണ്ടി ഞാൻ നമ്മുടെ CRTയിലും കൽക്കണ്ടം അവർ പറയുന്നത് കേട്ടോ. ആ കൽക്കണ്ടം ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് ഒരു കൽക്കണ്ടത്തിന്റെ കഷ്ണം എടുത്തിട്ട് അതിനെ ഞാൻ 2ആയിട്ട് പൊടിക്കുന്നു, അതിനെ വീണ്ടും ചെറു ചെറു കഷ്ണങ്ങളാക്കുന്നു, അതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ഗുണഗണങ്ങൾ പരിശോധിച്ചാലും അതും എന്തായിരിക്കും, ഇതിന്റെ ഗുണങ്ങൾ അതുപോലെ കാണിക്കും. അങ്ങനെയെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ ഒരേ ഇനം, ശ്രദ്ധിക്കുക, ഒരേ ഇനം അല്ലെങ്കിൽ ഒരേ തരം, സെയിം ടൈപ്പ് കണികകൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിക്കാം. നിങ്ങൾ പഠിച്ചേക്കണം. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശുദ്ധപദാർത്ഥങ്ങൾ. ഈ ശുദ്ധപദാർത്ഥങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കും. ശുദ്ധപദാർത്ഥങ്ങളെ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറയും. കണ്ടോ? അപ്പൊ ആരെങ്കിലും നിങ്ങളോട് എന്താണ് ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് ചോദിച്ചാൽ ഇത്രമാത്രം പഠിച്ചു വെക്കുക. ഒരേ തരം അല്ലെങ്കിൽ ഒരേ ഇനം, ഒരേ ടൈപ്പ് കണികകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ശുദ്ധപദാർത്ഥങ്ങൾ. ഇനി ഇതിന് കൂടുതൽ എക്സാമ്പിൾസ് പറയുമ്പോൾ പലർക്കും അതൊരു കൺഫ്യൂഷൻ ആകും, ഏതൊക്കെ എങ്ങനെയൊക്കെ. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഞാൻ ആദ്യം ജനറൽ ആയിട്ടൊരു കാര്യം പറഞ്ഞു തരാം. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പ്യുവർ സബ്സ്റ്റൻസസ് അഥവാ ശുദ്ധപദാർത്ഥങ്ങളെ പ്രധാനമായിട്ടും എത്രയായിട്ട് തരംതിരിക്കാം എന്ന് നിങ്ങളോട് ചോദിക്കും. 2ആയിട്ട് തരംതിരിക്കാം. ദാ കാണുന്നുണ്ടോ? അതിലെ ഫസ്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൂലകങ്ങൾ അഥവാ എലമെന്റ്സ്. 2ാമത്തെ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ്. ദാ കാണുന്നുണ്ടോ? അപ്പോ മൂലകങ്ങളും സംയുക്തങ്ങളും എലമെന്റ്സും കോമ്പൗണ്ട്സും ഏത് കാറ്റഗറിയിൽ വരുന്നവരാണ്? ശുദ്ധപദാർത്ഥങ്ങൾ അഥവാ പ്യുവർ സബ്സ്റ്റൻസസ് എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ രണ്ടും ശുദ്ധപദാർത്ഥങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി മൂലകത്തിന് ഒരു നിർവചനം കൊടുക്കണം, സംയുക്തത്തിന് ഒരു നിർവചനം കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. എടാ, മൂലകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പീരിയോഡിക് ടേബിളിൽ 118 എലമെന്റ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകം എടുത്താൽ അതിൽ ഹൈഡ്രജന്റെ ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. കാൽസ്യം എന്ന് പറയുന്ന മൂലകത്തില് കാൽസ്യത്തിന്റെ ആറ്റങ്ങളേ ഉള്ളൂ. അവിടെ ഓക്സിജനോ കാർബണോ നൈട്രജനോ വരുന്നില്ല. ഓർഗനസോൺ എന്ന് പറയുന്ന മൂലകം എടുത്താൽ ഓർഗനസോണിന്റെ ആറ്റങ്ങളെ മാത്രമേ അത് ഉൾക്കൊള്ളുന്നുള്ളൂ. റേഡിയം ആയിക്കോട്ടെ, അതുപോലെ തോറിയം ആയിക്കോട്ടെ, പ്ലൂട്ടോണിയം ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, ഓരോ മൂലകം എടുത്താലും അതാത് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആറ്റങ്ങളെ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. വേറെ ഒന്നും അതിൽ അടങ്ങിയിരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരേ ഇനം. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായ. ഓക്സിജൻ എന്ന് പറയുന്ന മൂലകത്തെ വിഭജിച്ച് വേറെന്തെങ്കിലും ആക്കാൻ പറ്റുമോ? കാർബൺ എന്ന് പറയുന്ന മൂലകത്തെ വിഭജിച്ചിട്ട് വേറെന്തെങ്കിലും ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഒരേ ഇനം അല്ലെങ്കിൽ ഒരേ തരം അഥവാ സെയിം ടൈപ്പ് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായ, വിഭജിക്കാൻ കഴിയാത്ത, ഞാൻ അതിൽ ആ മഞ്ഞ വെച്ച് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കണം, വിഭജിക്കാൻ കഴിയാത്ത ശുദ്ധപദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ്, അതല്ലെങ്കിൽ മൂലകങ്ങൾ. കണ്ടോ? അപ്പോ മൂലകങ്ങൾക്ക് എത്ര ഉദാഹരണം നമുക്ക് നിലവിൽ ഞാൻ ഈ പറയുന്ന നിമിഷം വരെയും പറയാമെന്ന് ചോദിച്ചാൽ 118 മൂലകങ്ങളുണ്ടല്ലേ നമ്മുടെ പീരിയോഡിക് ടേബിളില്. ആധുനിക ക്രമാവർത്തന പട്ടികയിൽ അറ്റോമിക നമ്പർ 1 ഹൈഡ്രജൻ തുടങ്ങി 118 ഓർഗനസോൺ വരെയുള്ള മൂലകങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, അങ്ങനെ 118 പേരുണ്ട്. ഒന്ന് ഓർത്തു വെച്ചേക്കണം. അപ്പോൾ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വിഭജിക്കാൻ കഴിയാത്തവരാണ്.
ഇനി ശുദ്ധപദാർത്ഥങ്ങളാണ് ഒരേ തരത്തിലുള്ള സെയിം ടൈപ്പ് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായവരാണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ എന്തായിരിക്കാം സംയുക്തങ്ങൾ? എടാ, സംയുക്തങ്ങളും ശുദ്ധപദാർത്ഥങ്ങൾ തന്നെയാണ്. അവരെ ഒറ്റ വ്യത്യാസം കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ മതി, വിഭജിക്കാൻ കഴിയും. അവര് വ്യത്യസ്ത ഇനം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു തരാം. ജലം. ജലം എന്ന് പറഞ്ഞാൽ എന്താ? H2O. അതുപോലെ ഉപ്പെന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്. എടാ, ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടിട്ടെ H+ഉം OH- ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിക്കാം. മൂലകങ്ങളെ അങ്ങനെ പറ്റില്ല. ഉപ്പ് ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ കൂടി വൈദ്യുതി കടത്തിവിട്ടിട്ട് Na+ഉം Cl- സോഡിയം ക്ലോറിൻ അയോണുകളെ വേർതിരിക്കാം. നമുക്ക് സോഡിയത്തിനെ അല്ലെങ്കിൽ ക്ലോറിനെ മാത്രമായിട്ട് ഇതുപോലെ വിഭജിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ വ്യത്യസ്ത ഇനം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായ ശുദ്ധപദാർത്ഥങ്ങൾ എങ്ങനെയുള്ളതാ? വിഭജിക്കാൻ കഴിയുന്ന ശുദ്ധപദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് സംയുക്തങ്ങൾ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അതെങ്ങനെയാ വ്യത്യസ്ത ഇനം ആറ്റം വരുമ്പോൾ ശുദ്ധമാവുന്ന എങ്ങനെയാ? അതാണ് പലർക്കും വരുന്നൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അല്ലേ? സംഗതി വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചുറ്റും കാണപ്പെടുന്ന ശുദ്ധപദാർത്ഥങ്ങളെ ബ്രോഡ്ലി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, മൂലകങ്ങളും സംയുക്തങ്ങളും. ഓക്കെ, മൂലകം ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്, ഓൾറെഡി പഠിച്ചു. ഇനി ഒരു ഭരണി നിറച്ച് ഉപ്പിരിക്കുവാണേ. ഉപ്പെന്ന് പറഞ്ഞാൽ എന്താ? ഉപ്പ്, വേറൊന്നുമില്ലല്ലോ. കെമിക്കലി സോഡിയം ക്ലോറൈഡ്. എടാ, ആ ഭരണിയുടെ ഈ അറ്റത്ത് നിന്നും ഈ അറ്റത്ത് നിന്നും ഇവിടെ നിന്നും മേളിൽ നിന്നും അടിയിൽ നിന്നും നടുക്ക് നിന്നും എവിടെ നിന്നും ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്താലും എനിക്ക് എല്ലാം ഒരേ ടേസ്റ്റ് അല്ലേ കിട്ടുക? അത് ഒരേ ഗുണമല്ലേ കാണിക്കുക? ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു വലിയ കണ്ടെയ്നറിൽ വെള്ളം ഇരിക്കുക, അതിന്റെ മേളിൽ നിന്നും നടുക്ക് നിന്നും താഴെ നിന്നും സൈഡിൽ നിന്നും എവിടെ നിന്നും ഞാൻ അതിന്റെ ഗുണങ്ങൾ ടെസ്റ്റ് ചെയ്താലും എനിക്ക് കിട്ടുക H2O തന്നെയാണ്. അതാണ് ശുദ്ധത കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അത് ഒരേ ഇനം ആറ്റങ്ങളുമാകാം, വ്യത്യസ്ത ഇനം ആറ്റങ്ങളുമാകാം. അങ്ങനെ ഒരേ ഇനം ആറ്റം വന്നാൽ മൂലകം, വ്യത്യസ്ത ഇനം ആറ്റം വന്നാൽ സംയുക്തം. അപ്പൊ മൂലകങ്ങൾ ഒരേ ഇനം ആറ്റം, സംയുക്തങ്ങൾ വ്യത്യസ്ത ഇനം ആറ്റം. മൂലകങ്ങളെ വിഭജിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല, സംയുക്തങ്ങളെ വിഭജിച്ച് ഘടകങ്ങളാക്കാൻ കഴിയും. മൂലകങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളാണ്, സംയുക്തങ്ങളും ശുദ്ധപദാർത്ഥങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? അതുപോലെ ഇന്ദുപ്പുണ്ട്, അലക്കുകാരം, അപ്പക്കാരം, കോസ്റ്റിക് സോഡ, കോസ്റ്റിക് പൊട്ടാഷ്, അങ്ങനെ ആലം, അങ്ങനെ ഒരുപാട് സംയുക്തങ്ങൾ നമ്മുടെ ഈ ഭൂമുഖത്തുണ്ട്. ക്ലിയർ ആയില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ശുദ്ധപദാർത്ഥങ്ങൾക്ക് ഒരു കൂട്ടം എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാ. അതാ കണ്ടോ? കറിയുപ്പ്. കറിയുപ്പെന്ന് പേര് കേൾക്കുമ്പോ തന്നെ അറിയാം അതൊരു മൂലകമല്ല, അതൊരു കോമ്പൗണ്ട് സംയുക്തമാണ് അല്ലേ? അപ്പക്കാരം. അപ്പക്കാരം എന്ന് പറയുമ്പോൾ ബേക്കിംഗ് സോഡയാണ്, സോഡിയം ബൈകാർബണേറ്റ് അല്ലേ? അതും ഒരു കോമ്പൗണ്ട് തന്നെയാണ്. ഓക്സിജൻ ഇതെല്ലാം ശുദ്ധപദാർത്ഥങ്ങൾ തന്നെയാണ്. പക്ഷെ ഓക്സിജൻ ഒരു കോമ്പൗണ്ട്, സംയുക്തമല്ല, അതൊരു എലമെന്റ് അല്ലെങ്കിൽ മൂലകമാണല്ലേ? അലുമിനിയം, അതും എലമെന്റ്, അതല്ലെങ്കിൽ മൂലകമാണ്. കോപ്പർ, ചെമ്പ് പീരിയോഡിക് ടേബിളിൽ ഉണ്ടല്ലേ, എലമെന്റ് മൂലകമാണ്. വെള്ളി, സിൽവർ കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം എലമെന്റ് മൂലകമാണ്. ഗ്ലിസറിൻ എന്നൊരു മൂലകം പീരിയോഡിക് ടേബിളിൽ ഉണ്ടോ? ഇല്ല, അതൊരു കോമ്പൗണ്ട് ആണ്, സംയുക്തമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, വാട്ടർ പ്യൂരിഫിക്കേഷന് യൂസ് ചെയ്തത്, അതും എന്താ തന്നെയാണ്? ഒരു കോമ്പൗണ്ട് തന്നെയാണ്. തുരിശ്, കോപ്പർ സൾഫേറ്റ്, കണ്ടോ? കോപ്പറിന്റെ സൾഫേറ്റ് ലവണമാണ്, കോമ്പൗണ്ട് ആണ്. ഇതാ കണ്ടോ? അപ്പോ ശുദ്ധപദാർത്ഥങ്ങൾക്ക് ഉദാഹരണം കണ്ടെത്താൻ ഇനി ബുദ്ധിമുട്ടില്ല. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന എല്ലാ മൂലകങ്ങളും, 118 മൂലകങ്ങളും, അങ്ങനെ വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന സംയുക്തങ്ങൾ, കോമ്പൗണ്ട്സും, ഇത് രണ്ടും ഏത് കാറ്റഗറിയിൽ വരുന്നുണ്ട്? പ്യുവർ അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന കാറ്റഗറിയിൽ വരുന്നു. ഒന്നിനെ വിഭജിക്കാം, മറ്റേതിനെ വിഭജിക്കാൻ കഴിയില്ല. ഒന്ന് ഒരേ ടൈപ്പ് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതം, മറ്റേത് വ്യത്യസ്ത ടൈപ്പ് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതം. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ശുദ്ധപദാർത്ഥങ്ങളെ പോലെ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പദാർത്ഥങ്ങളെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഈ ശുദ്ധപദാർത്ഥങ്ങൾ അല്ലാതെ മറ്റൊരു വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? മിശ്രിതങ്ങൾ.
ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് മിശ്രിതങ്ങളുടെ ഡെഫിനിഷൻ അതല്ലെങ്കിൽ നിർവചനം നോക്കാം. ദാ നോക്കിക്കോണേ. ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ആണ്, അതൊരു ശുദ്ധ പദാർത്ഥം, പ്യുവർ സബ്സ്റ്റൻസ് ആണ് അല്ലേ. അതുപോലെ ഓക്സിജൻ. ഓക്സിജനും ഒരു എലമെന്റ്, മൂലകമാണ്, ശുദ്ധ പദാർത്ഥം, പ്യുവർ സബ്സ്റ്റൻസ് ആണ് അല്ലേ. ഇനി ഈ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് H2O, അതാ എന്തുണ്ടായി? ജലമുണ്ടായി. ഒരു ബീക്കർ ഇരിക്കുന്ന വെള്ളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് ഗുണങ്ങൾ നോക്കിയാലും H2O എന്ത് തന്നെയാണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ്, ശുദ്ധ പദാർത്ഥമാണ്. പക്ഷെ നമുക്ക് അവനെ എലമെന്റ് എന്ന് വിളിക്കാൻ കഴിയില്ല, അവനൊരു കോമ്പൗണ്ട്, സംയുക്തമാണ് അല്ലേ. അത് സെറ്റല്ലേ. ഇതുപോലെ വേറൊരു സാധനം ഞാൻ എഴുതാൻ പോവാണേ. ദാ നോക്കിക്കോണേ. സോഡിയം. സോഡിയം എന്ന് പറയുന്നതും എന്താണ്? ഒരു എലമെന്റ്, അതല്ലെങ്കിൽ മൂലകമാണ്, അതൊരു ശുദ്ധ പദാർത്ഥം, മൂലകമാണെങ്കിൽ ശുദ്ധ പദാർത്ഥം. അതുപോലെ ക്ലോറിൻ. ക്ലോറിൻ എന്ന് പറയുന്നതും ഒരു മൂലകം, എലമെന്റ് തന്നെയാണ്. എലമെന്റ് എന്ന് പറയുമ്പോൾ അത് ശുദ്ധ പദാർത്ഥം തന്നെയാണ്. ഇനി സോഡിയവും ക്ലോറിനും സംയോജിച്ച് NaCl അഥവാ ഉപ്പ്, ഒരു ബീക്കറിലെ ഭരണിയിലിരിക്കുന്ന ഉപ്പിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഗുണങ്ങൾ ഞാൻ നോക്കിയാൽ ഉപ്പ് എല്ലാം NaCl എന്ന പ്രോപ്പർട്ടി തന്നെയാ കാണിക്കുക അല്ലേ. അതും പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണ്, പക്ഷെ ഒരിക്കലും നമുക്ക് എലമെന്റ് എന്ന് വിളിക്കാൻ കഴിയില്ല, കോമ്പൗണ്ട്. ഇനി നോക്കിക്കോണേ. ഒരു ബീക്കറിൽ നിറച്ചെന്തിരിപ്പുണ്ട്? ജലം, വെള്ളം ഇരിപ്പുണ്ട്. മറ്റൊരു ബീക്കറിൽ ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയോ? യെസ്, ഉപ്പ്. ഇനി ഒരു കണ്ടെയ്നർ എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? കുറച്ച് ഉപ്പ്, സോഡിയം ക്ലോറൈഡ് അതിനകത്തേക്ക് ഇട്ടിട്ട് അതിലേക്ക് എന്തൊഴിക്കുകയാണ്? H2O അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുകയാണ്. അതായത് വെള്ളം ഉപ്പില് അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ ചേർന്നിട്ട് എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കിയാൽ നമുക്കറിയാം. ഉപ്പ് വെള്ളത്തിൽ ലയിച്ച് ഉപ്പ് ലായനി, സോൾട്ട് സൊല്യൂഷൻ. പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചിട്ട് പഞ്ചസാര ലായനി, ഷുഗർ സൊല്യൂഷൻ. ദേ നിങ്ങൾക്ക് കാണാമല്ലേ. ആ കിട്ടിയ സാധനത്തില് ഒരേ തരത്തിലുള്ള കണികകളാണോ ഉള്ളത്? അല്ല. അപ്പോ എനിക്ക് ഇപ്പൊ കിട്ടിയ ലായനി എന്ന് പറയുമ്പോൾ ഉപ്പെന്ന് പറയുന്നതേ ഒരു ടൈപ്പ് തന്മാത്രയാണ്, NaCl. ജലം എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് തന്മാത്രയാണ്, H2O. അപ്പോ വ്യത്യസ്ത ഇനം തന്മാത്രകളായില്ലേ. ഉപ്പിന്റെ അകത്ത് സോഡിയവും ക്ലോറിനും വ്യത്യസ്ത ആറ്റങ്ങളാ. വ്യത്യസ്ത ആറ്റങ്ങൾ ചേർന്നിട്ടൊരു തന്മാത്രയായി സോഡിയം ക്ലോറൈഡ്. ജലത്തിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും വ്യത്യസ്ത ആറ്റങ്ങളാ. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് H2O വേറൊരു തന്മാത്രയായി. അങ്ങനെ ഞാൻ എടുത്ത ഉപ്പ് ലായനിക്കകത്ത് ആരൊക്കെയുണ്ട്? യെസ്, ഉപ്പിന്റെ കണികകളുമുണ്ട്, ജലത്തിന്റെ കണികകളുമുണ്ട്. വ്യത്യസ്ത ഇനം കണികകൾ വന്നില്ലേ, വ്യത്യസ്ത ഇനം തന്മാത്രകൾ വന്നില്ലേ, ഒന്നിലധികം തന്മാത്രകൾ വന്നില്ലേ. എപ്പോഴും രണ്ടെണ്ണം തന്നെ വരണം എന്നില്ല. നമുക്കൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി നോക്കാം. അതിൽ നമ്മൾ നാരങ്ങ നീരൊഴിക്കും, ഗ്ലാസ് എടുത്തിട്ട് സിട്രിക് ആസിഡ്, അതിനകത്തേക്ക് വെള്ളം ഒഴിക്കും, H2O. ചിലര് സോഡ ചേർക്കും അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തെടുത്തതാണ് കാർബോണിക് ആസിഡ്. ഇനി അതിനകത്തേക്ക് ഉപ്പിടുന്നവരുണ്ട്, സോഡിയം ക്ലോറൈഡ്. പഞ്ചസാര ഇടുന്നവരുണ്ട് അല്ലെ. പഞ്ചസാര നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ, ടേബിൾ ഷുഗർ ആണ്. ഇനി അതിനകത്തേക്ക് ചിലപ്പോ മിന്റ് ലീഫോ എന്തെങ്കിലും ഒക്കെ ഇട്ടാലും ആയി, ചിയാ സീഡ്സ് ഇട്ടാലും. അപ്പൊ എന്തൊക്കെ ഘടകങ്ങളാ, വ്യത്യസ്ത തരത്തിലുള്ള ഘടകങ്ങൾ. ഇങ്ങനെ ഇവന്മാരെ എല്ലാം മിക്സ് ചെയ്തിട്ടാ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ തന്മാത്രകൾ എന്ന് പഠിച്ചാൽ പോയി മക്കളെ മാർക്ക്. ഈ വാക്കിന് പ്രാധാന്യമുണ്ട്. ഒന്നിൽ കൂടുതൽ ഇനം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തരം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ്, ഒന്നിലധികം ടൈപ്പ്, വെറൈറ്റി തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് മിശ്രിതങ്ങൾ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നില്ലേ മിക്സ്ചർ എന്ന് പറയുന്ന സാധനം, അത് മിക്സ്ചർ ആണ്. ശരിക്കും മിക്സ്ചർ എന്ന് പറയും നമ്മളല്ലോ, കൊളോക്കിയലി എന്താണ്, മിക്സ്ചറാക്കും അല്ല. അതിനകത്ത് മസാലയുണ്ട്, കപ്പലണ്ടി ഉണ്ട്, ചിലപ്പോ വെളുത്തുള്ളി കിട്ടും, അതിനകത്ത് പക്കാവടയുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ എന്താണ് ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ അതിനകത്ത് കടലയുണ്ട്. എന്തൊക്കെ ഐറ്റംസാ ഉള്ളത് അല്ലേ, പരിപ്പുണ്ട്. അപ്പൊ പല സാധനങ്ങൾ മിക്സ് ചെയ്തുണ്ടാക്കുന്നത്. അപ്പൊ മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശുദ്ധപദാർത്ഥങ്ങളല്ല. ശുദ്ധപദാർത്ഥങ്ങളിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വസ്തുക്കളാ. വ്യത്യസ്ത ഇനം അല്ലെങ്കിൽ ഒന്നിലധികം ഇനം തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒന്നിലധികം തരം, ഒന്നിലധികം ഇനത്തിലുള്ള കണികകൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിശ്രിതങ്ങൾ. ഇനി
ഈ മിശ്രിതങ്ങളെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാമെന്നേ, അതും കൂടി നമുക്കൊന്ന് നോക്കാം. ദാ കണ്ടോ, എടാ അങ്ങനെ ഞാൻ ഉപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഉപ്പ് ലായനി ഉണ്ടാക്കി വെച്ചു. ആ ഉപ്പ് ലായനി ഞാൻ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന 10 പേർക്ക് വീതിച്ചു കൊടുത്തു. ഒരാൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയുവാണേ, അയ്യോ ഉപ്പ് കൂടുതൽ. വേറൊരാൾ പറയാണ്, അയ്യോ എനിക്ക് വെള്ളം മാത്രമേ ടേസ്റ്റ് ഉള്ളൂ, വേറൊന്നും കിട്ടുന്നില്ല, ഉപ്പ് കിട്ടുന്നില്ല. അടുത്തൊരാൾ പറയാണ്, എനിക്ക് ഒരു ടേസ്റ്റും അറിയുന്നില്ല. പിന്നൊരാൾ പറയാണ്, നല്ല മധുരം. ഓരോരുത്തരും ഓരോ ടേസ്റ്റ് പറയോ? ഇല്ല. നേരത്തെ പഠിച്ചതായിട്ട് കൺഫ്യൂസിങ് ആക്കരുത്. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും മിശ്രിതമായിരിക്കണം. ആ മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണെങ്കിൽ, യൂണിഫോം ആയിട്ട് അതിങ്ങനെ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരം മിശ്രിതങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏകാത്മക മിശ്രിതം. ഇംഗ്ലീഷില് ഹോമോജനസ് മിക്സ്ചർ എന്ന് പറയും. കണ്ടോ, അതിൽ യൂണിഫോം ആയിട്ട് അതിലെ കണികകൾ വിന്യസിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പൊ ലായനികളൊക്കെ, അതിപ്പോ ഉപ്പ് വെള്ളം ആയിക്കോട്ടെ, പഞ്ചസാര വെള്ളം ആയിക്കോട്ടെ, ഉപ്പിനെ ലയിപ്പിച്ച് ഞാൻ എടുത്ത ഉപ്പ് വെള്ളം, പഞ്ചസാര ലയിപ്പിച്ചെടുത്ത വെള്ളം, അതിന്റെ ഓരോ ഭാഗത്ത് ഉപ്പ് കൂടുതൽ, ഉപ്പ് കുറവ്, പഞ്ചസാര കൂടുതൽ, അങ്ങനെ വരില്ലല്ലോ. എല്ലായിടും ഒരേ ഗുണമല്ലേ? യെസ്, കണ്ടോ, അത് മിശ്രിതത്തിന്റെ അകത്ത് എല്ലായിടത്തും ഒരേ ഗുണമാണെങ്കിൽ ഏകാത്മക മിശ്രിതം. ഇനി ഞാനൊരു മിക്സഡ് സാലഡ് ഉണ്ടാക്കുന്നു, അതിനകത്ത് നമ്മൾ ലീഫി വെജിറ്റബിൾസ് ഇടും, അതിനകത്ത് ചില ഫ്രൂട്ട്സ് കട്ട് ചെയ്തിടും, അതിനകത്ത് അല്ലാത്ത ചില വെജിറ്റബിൾസ് അതിനകത്ത് കട്ട് ചെയ്യും, അതിനകത്ത് നമ്മൾ ചിലപ്പോൾ എഗ്ഗ് വെക്കും, അതിനകത്ത് മയണൈസ് ഇടും, ചില്ലി ഫ്ലേക്സ് വെക്കും, അല്ലേ? പിന്നെ അതിനകത്ത് ചില നട്ട്സ് ഇടും. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്യുന്നതാ. അതിന് ഞാൻ 5 പേർക്ക് കൊടുക്കുമ്പോൾ 5 പേർക്കും ഒരേ ടേസ്റ്റ് ആണോ? എല്ലാവർക്കും കിട്ടുന്ന തക്കാളി കഷ്ണങ്ങൾ എണ്ണം സെയിം ആയിരിക്കോ? എല്ലാവർക്കും അതിലെ ആ കാഷ്യൂനട്ട് കിട്ടണം എന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിന്റെ ആ ഒരു അളവ് ഒരുപോലെ ആയിരിക്കോ? ഇല്ല. അങ്ങനെ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ വ്യത്യസ്ത അനുപാതത്തിലാണെങ്കിൽ, പലതാണ് കാണിക്കുന്നതെങ്കിൽ, ഭിന്നതയുണ്ടെങ്കിൽ, അതിനെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് ഭിന്നാത്മക മിശ്രിതം അഥവാ ഹെറ്ററോജനസ് മിക്സ്ചർ. എടാ, നമുക്ക് മണ്ണെടുക്കാം. മണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൽ മണലുണ്ട്, അതിൽ ചെളിയുണ്ട്, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങളുണ്ട്, പിന്നെ മെറ്റൽ, അതില്ലെങ്കിൽ അതിന്റെ ഓറ, മിനറൽ, അതിന്റെ പ്രസൻസ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നതല്ലയോ മണ്ണ്. അപ്പൊ മണ്ണ് നല്ലൊരു മിക്സ്ചറാണ്. വായു മിശ്രിതമാണ്. യെസ്, വായു എന്ന് പറയുമ്പോഴത്തേക്കും എന്താ സംഗതി? അതില് നൈട്രജൻ ഉണ്ട്, അതുപോലെ ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ, മറ്റ് ഘടകങ്ങളെല്ലാം ചേരുന്നു. ബട്ട് വായു ഏകാത്മക മിശ്രിതമാണ്, ഹോമോജനസ് മിക്സ്ചറാ. പലർക്കും കൺഫ്യൂഷൻ ആണ്, വായു ഹോമോജനസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ യൂണിഫോം ആയിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ ഏകാത്മകം, അതിൽ വ്യത്യാസമുണ്ടെങ്കിൽ, ആ ഒരു യൂണിഫോമിറ്റി ഇല്ല എങ്കിൽ അതിനെ നമുക്ക് ഭിന്നാത്മകം എന്ന് വിളിക്കാം. ഇവിടെ തീരുന്നില്ല, ഇനിയും ഇതിന്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യാം, ടോപ്പിക്കിൽ നോക്കാം. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും വസ്തുതകൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരൊറ്റ സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരട്ടെ. ഇതാ നോക്കിക്കോണേ, കണ്ടോ. അപ്പോ മാറ്റർ എന്ന് പറഞ്ഞാൽ ദ്രവ്യം, അതല്ലെങ്കിൽ പദാർത്ഥം. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പദാർത്ഥങ്ങളെ ബ്രോഡ്ലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്യോർ സബ്സ്റ്റൻസസ്, ശുദ്ധപദാർത്ഥങ്ങൾ, ഒരേ ഇനം കണികകൾ കൊണ്ട് നിർമ്മിതം. മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇനം അല്ലെങ്കിൽ വ്യത്യസ്ത ഇനം കണികകൾ കൊണ്ട് നിർമ്മിതം. ശുദ്ധപദാർത്ഥങ്ങളിൽ തന്നെ മൂലകങ്ങളും സംയുക്തങ്ങളും. ഒരേ ഇനം ആറ്റങ്ങളാണെങ്കിൽ മൂലകങ്ങൾ, വ്യത്യസ്ത ഇനം ആറ്റങ്ങളാണെങ്കിൽ സംയുക്തങ്ങൾ. ഓക്കെ, മാറിപ്പോവരുത്. മിശ്രിതങ്ങളാണെങ്കിലോ ഓൾറെഡി വ്യത്യസ്ത ഇനം അല്ലെങ്കിൽ ഒന്നിലധികം ഇനം തന്മാത്രകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് അതിൽ ആ യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഹോമോജനസ്, ചെയ്യുന്നില്ല എങ്കിൽ ഹെറ്ററോജനസ്. ഇപ്പോൾ ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ചെറിയൊരു ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ നോക്കിയത്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇതിന്റെ കണക്ട് ചെയ്തു വരുന്ന മറ്റു വസ്തുതകൾ പഠിക്കാം. ഈ ടോപ്പിക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഇവിടെ പഠിക്കും, ബാച്ചിനകത്ത് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു മൈ ഡിയേഴ്സ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഇതെല്ലാവരും നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. താങ്ക് യു.